അങ്ങനെ 5 മാസക്കാലത്തിനിടയ്ക്ക് ആദ്യമായി അത് സംഭവിച്ചിരിക്കുകയാണ്. ആയുധം താഴെ വെച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാനെ തൊടാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവിൽ തൽക്കാലം നിങ്ങളെ വെറുതെ വിടുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി. ഞങ്ങളോട് ക്ഷമിക്കുവാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് ഇറാൻ തിരിച്ചു ചോദിക്കുമ്പോൾ പക്ഷേ ട്രംപിന് മറുപടിയില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇറാനെതിരായ ആസൂത്രിത സൈനിക ആക്രമണം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി ട്രംപ് അറിയിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് അവസരം നൽകാനാണ് ഈ തീരുമാനമെന്നും എന്നാൽ അതിവേഗം സമാധാന കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ ഇതുവരെ കണ്ടതിനേക്കാൾ ശക്തമായ സൈനിക നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ അതിനോട് മുഖം തിരിക്കുന്നുണ്ട് ഇറാൻ. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയും മേഖലയിലെ സ്ഥിരതയും കണക്കിലെടുത്താണ് ആക്രമണം നിർത്തുന്നതെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതും ഇറാന്റെ ആണവ പരിപാടിയെക്കുറിച്ചുള്ള ധാരണയും ഉൾപ്പെടുന്ന സമാധാന കരാറിന്റെ പ്രധാന വ്യവസ്ഥകളിൽ പുരോഗതി കൈവരിച്ചതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഉടൻ പൂർണ്ണമായും തുറക്കുമെന്നും ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. സമാധാന ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും വേഗത്തിൽ അന്തിമ ധാരണയിലാകാത്ത പക്ഷം അമേരിക്ക വീണ്ടും സൈനിക നടപടിയിലേക്ക് മടങ്ങുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. സംവാദം വിജയിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സൈനിക നടപടി പുനരാരംഭിക്കും. ഇതാണ് ട്രംപിന്റെ നിലപാട്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തോട് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ മുൻപ് അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. തുർക്കി, പാകിസ്ഥാൻ, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനെതിരെ സംയുക്ത ആക്രമണത്തിന് ഇസ്രായേലും യുഎസും ഒരുങ്ങുകയാണെന്ന് ശനിയാഴ്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന് നേരിടാൻ കഴിയാത്തത്ര വലിയ രീതിയിൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇറാനുമേൽ ഒരാഴ്ചയിലേറെ തുടർന്ന ശക്തമായ ആക്രമണത്തിനിടെയാണ് ആക്രമണം നിർത്തുന്നതായുള്ള യുഎസ് പ്രസിഡന്റിന്റെ അറിയിപ്പ് വരുന്നത്. യുഎസ് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ട്രംപിന്റെ പ്രസ്താവനയോട് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ യുഎസുമായുള്ള സഖ്യത്തിൽ പുനരാലോചന നടത്തണമെന്ന് ഇറാനിലെ ഖാദം അൽ അൻബിയ ബ്രിഗേഡിന്റെ ഉന്നത കമാൻഡർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചാൽ ഇറാൻ സൗദി അറേബ്യയെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനെ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ സുരക്ഷാ സാഹചര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലായതിനാൽ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് തുടരുകയാണ്. വിമാന സർവീസുകൾ തടസ്സപ്പെടാനും സുരക്ഷാ ഭീഷണികൾ ഉയരാനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.